ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 117ാമത്തെ പേജിൽ, അതായത് 117 പേജ് നമ്പർ, ദ സെക്കൻഡ് പാർട്ട്. ഈസ് നോട്ട് അഡോളസൻസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ എ ചൈൽഡ്സ് ലൈഫ്? അതായത് ഇവിടെ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടമാണല്ലോ, ജീവിതഘട്ടമാണല്ലോ കൗമാരം അല്ലെങ്കിൽ അഡോളസനം. ഈസിൻറ്റ് ഇറ്റ്? അല്ലേ? അഡോളസൻസ്, കൗമാരം, ആൻ ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട, ഫേസ്, ഘട്ടം, ഇൻ ചൈൽഡ്സ് ലൈഫ്, കുട്ടിയുടെ ജീവിതത്തിൽ. മെനി ചേഞ്ചസ് ഒക്യുവർ ഇൻ ദ ബോഡി ഡ്യൂറിങ് ദിസ് ഫേസ്. അതായത് മെനി ചേഞ്ചസ്, വ്യത്യസ്തമായ കാര്യങ്ങൾ, ചേഞ്ചസ്, മാറ്റങ്ങൾ, ഒക്വേഴ്സ്, സംഭവിക്കുന്നു, ഇൻ ദ ബോഡി, ശരീരത്തിൽ, ഡ്യൂറിങ് ദിസ് ഫേസ്, ഈ ഘട്ടത്തിൽ. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഈ ഘട്ടത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദീസ് ചേഞ്ചസ്? എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഹാവിൻറ്റ് യു, നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ്, മനസ്സിലായില്ലേ? ദീസ് ചേഞ്ചസ്, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ. ഏത് തരത്തിലുള്ള ചേഞ്ചസ്? ഇവിടെ മുകളിലത്തെ സെൻറ്റൻസിൽ പറഞ്ഞിട്ട് മെനി ചേഞ്ചസ് ഒക്യുവർ ഇൻ ദ ബോഡി ഡ്യൂറിങ് ദിസ് ഫേസ്. അതായത് വ്യത്യസ്തമായ തരത്തിലുള്ള ചേഞ്ചുകൾ, മാറ്റങ്ങൾ എപ്പോഴാണ്? അഡോളസൻസിൽ ശരീരത്തിൽ സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ ചേഞ്ചസ് ചേഞ്ചസ് ആൻഡ് ദെയർ കോസസ്? എന്തെല്ലാമാണ്, അതല്ലെങ്കിൽ മുഖ്യമായ മാറ്റങ്ങൾ ഏതെല്ലാമാണ് എന്നിവ ലിസ്റ്റ് ചെയ്യണമെന്നെല്ലാമാണ്. മുഖ്യമായ മാറ്റങ്ങൾ, അവയുടെ കാരണങ്ങൾ, ഇവ ഏതെല്ലാമാണെന്നാണ്. വാട്ട് ആർ ദ, എന്താകുന്നു, ദ മെയിൻ ചേഞ്ചസ്, മുഖ്യമായ മാറ്റങ്ങൾ, ആൻഡ് ദെയർ കോസ്, അവയുടെ കാരണവും. ലിസ്റ്റ് ദം, നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതൊന്ന് ലിസ്റ്റ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഉണ്ട്, എന്നാലും ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമുക്ക് വെറുതെ ഒന്ന് പറയാം. ഓക്കെ. ഇൻ പൂബർട്ടി അറ്റൈൻസ് വെൻ സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ദ ബോയ്സ്. അതായത് ആൺകുട്ടികളിൽ ശുക്ലത്തിൻ്റെ ഉൽപ്പാദനം തുടങ്ങുകയും അതുപോലെ പെൺകുട്ടികളിൽ മെൻസ്ട്രേഷൻ തുടങ്ങുകയും ചെയ്യും. ഡ്യൂറിങ് ദി സ്റ്റേജ് ദ ബോഡി അണ്ടർഗോസ് സർട്ടൻ ചേഞ്ചസ് വിത്ത് പൂബർട്ടി. ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആക്സിലറേറ്റ്. അതായത് പ്രത്യുൽപാദനത്തിനുള്ള അവയവങ്ങൾ ആൺകുട്ടികളിൽ വളരുന്നു. സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ്, അവരിൽ ശുക്ലം ഉൽപാദനം തുടങ്ങുന്നു. എറക്ഷൻ ഓഫ് പെന്നീസ് ഒക്വേഴ്സ്, അതായത് അവരുടെ ലിംഗം ഉദ്ധാരണം സംഭവിക്കുന്നു. ഒക്വേഴ്സ് ആസ് ദ ബ്ലഡ് ഫ്ലോ ടു ഇറ്റ് ഇൻക്രീസ്. അതായത് ബ്ലഡ് അതിലേക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇനി ഗേൾസിൽ എന്താണ് സംഭവിക്കുന്നത്? ബോഡി ഷേപ്പ് വിൽ ബിഗിൻ ടു ചേഞ്ച്. അവരുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറാനായിട്ട് ശരിക്കും. ദേ മേ ബി നോട്ട് ഓൺലി ഇൻക്രീസ് ഇൻ ദർ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. അവരുടെ ഉയരവും കൂടും, അതുപോലെ തന്നെ അവരുടെ ഭാരവും കൂടും. ദ ഹിപ്സ് മേ ഗെറ്റ് വൈഡ്. അവരുടെ അരയും ഭാഗങ്ങളും ഒക്കെ എന്താണ് ചെയ്യുന്നത്? വൈഡായിട്ട്, വലുതായി തീരും. ദേ മേ ഓൾസോ ബി ഇൻക്രീസ് ഇൻ ഫാറ്റ് ഇൻ ബട്ടക്സ്. അവരുടെ ബട്ടക്കുകൾ അല്ലെങ്കിൽ അവരുടെ ചന്തികൾ എല്ലാം എന്താണ് ചെയ്യുന്നത്? വണ്ണം വയ്ക്കും. ലെഗ്സ് ആൻഡ് സ്റ്റൊമക്ക്, അവരുടെ കാലുകൾക്കും സ്റ്റൊമക്കിനും വണ്ണം വയ്ക്കും. ഗേൾസ് ബ്രസ്റ്റ് ബിഗിൻ ടു ഡെവലപ്പ് ഡ്യൂറിങ് ദ പ്യൂബർട്ടി. അവരുടെ ബ്രസ്റ്റുകളും പ്യൂബർട്ടി സമയത്ത് അല്ലെങ്കിൽ വളർച്ചയുടെ സമയത്ത് മാറ്റങ്ങളുണ്ടാകും. ഇതെല്ലാം ഒരു ചെറിയ മാറ്റങ്ങളാണ്. ഇവയെല്ലാം കുറിച്ചെല്ലാം കൂടുതലായിട്ട് താഴത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. Puberty is attained when semen production begins in boys and menstruation in girls. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്യൂബർട്ടി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? ഈ കുട്ടികൾക്ക് വളർച്ച സംഭവിക്കുന്നത് ആൺകുട്ടികളിൽ ശുക്ലോൽപാദനവും പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുകയാണ് പ്രത്യുൽപാദന ശേഷി കൈവരിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പ്യൂബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യുൽപാദന ശേഷി എന്നുള്ളതാണ് അർത്ഥം. അപ്പം പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ്, അതായത് പ്രത്യുൽപാദന ശേഷി നേടിയെടുക്കുക, കൈവരിക്കുക അല്ലെങ്കിൽ ആർജിക്കുക എപ്പോഴാണ്? വെൻ സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ്. അതായത് ആൺകുട്ടികളിൽ ശുക്ല ഉൽപാദനം, സെമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്ലം എന്ന് പറയും. ഓക്കെ. പ്രൊഡക്ഷൻ ബിഗിൻസ്, അതായത് ആൺകുട്ടികളിൽ ശുക്ല ഉൽപാദനവും അതുപോലെ തന്നെ പെൺകുട്ടികളിൽ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവവും. ഓക്കെ. ഈ ശുക്ലോൽപാദനത്തെക്കുറിച്ചും ആർത്തവത്തെക്കുറിച്ചും ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നതായിരിക്കും. ബോയ്സ് ആൻഡ് മെൻസ്ട്രേഷൻ ഇൻ ഗേൾസ്, അതായത് ഒരു പൂബർട്ടി അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വളർച്ച എത്തി തുടങ്ങുന്നത് എപ്പോഴാണ്? ആൺകുട്ടികളിൽ പ്രത്യുൽപാദന വളർച്ച കൈവരിക്കുന്നത്
ആൺകുട്ടികളിൽ ശുക്ലോൽപാദനവും പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുന്നതോടു കൂടിയാണ് അവരുടെ പ്യൂബർട്ടി അല്ലെങ്കിൽ പ്രത്യുൽപാദന വളർച്ച ആരംഭിക്കുന്നത്. ഡ്യൂറിങ് ദി സ്റ്റേജ് ദ ബോഡി അണ്ടർഗോസ് സർട്ടൻ യൂണിക് ചേഞ്ചസ്. ഈ അവസരത്തിൽ നമ്മളുടെ ശരീരം വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ വിധേയമാക്കി തീർക്കുന്നു. ഇനി നമ്മൾ അവയെക്കുറിച്ചാണ് ആ വ്യത്യസ്തമായ മാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 17ാമത്തെ പേജിലേക്കാണ് പോകുന്നത്. വിത്ത് ദ പ്യൂബർട്ടി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്സിലറേറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് പ്രായപൂർത്തിയാകുന്നതോടെ, അതായത് വിത്ത് ദ പ്യൂബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും വേഗത്തിലാകുന്നു. അതായത് വിത്ത് ദ പ്യൂബർട്ടി, അതായത് വളർച്ചയാകുന്നതോടെ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെയിൽ, അതായത് വളർച്ച എന്താണ്, ആൺകുട്ടികളുടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും, ഗ്രോത്ത് അതായത് വളർച്ച, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് വികാസവും ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും ആക്സിലറേറ്റ്സ് അല്ലെങ്കിൽ ത്വരിതഗതിയിലാകുന്നു അല്ലെങ്കിൽ വേഗത്തിൽ ആകുന്നു. രണ്ടാമതായിട്ട് എന്താണ്, സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ്, അതായത് ശുക്ലോൽപാദനം ആരംഭിക്കും. ആരിൽ? ആൺകുട്ടികളിൽ. അതായത് അവരുടെ ശുക്ലോൽപാദന അവയവങ്ങളുടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ഉൽപാദനവും ആരംഭിക്കും. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്? അതുപോലെ തന്നെ സംഭവിക്കുന്നതെന്ന് സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ്, ശുക്ലോൽപാദനം സാധിക്കുന്നു. എറക്ഷൻ ഓഫ് പെന്നീസ് ഒക്വേഴ്സ് ആസ് ദ ബ്ലഡ് ഫ്ലോ ടു ഇറ്റ് ഇൻക്രീസ്. ഇനി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആൺകുട്ടികളുടെ ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കും. അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് പറ്റും? ലിംഗ ഉദ്ധാരണം നടക്കും. അപ്പോൾ നിങ്ങളൊരു മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ ലിംഗ ഉദ്ധാരണം നടക്കുന്നത്? അല്ലെങ്കിൽ സാധാരണഗതിയിൽ പുരുഷന്മാരുടെ ലിംഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴ്ന്നു കിടക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയമാകുമ്പോഴത്തേക്കും ഉദ്ധാരണം നടന്ന് അത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പരുവത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണ്? ആ ലിംഗത്തിലേക്ക്, പുരുഷന്മാരുടെ വൃഷ്ണത്തിലേക്ക് അല്ലെങ്കിൽ പെന്നീസിലേക്ക് എന്താണ് ചെയ്യുന്നത്? ബ്ലഡിൻ്റെ ഒഴുക്ക് കൂടുന്നത് കൊണ്ടാണ്. എറക്ഷൻ ഓഫ് പെന്നീസ്, അതായത് ലിംഗത്തിൻ്റെ ഉദ്ധാരണം അല്ലെങ്കിൽ വൃഷ്ണത്തിൻ്റെ ഉദ്ധാരണം ഒക്വേഴ്സ് സംഭവിക്കുന്നു. ആസ് ദ ബ്ലഡ് ഫ്ലോ, രക്തം ഒഴുകുന്നുകൊണ്ട് ടു ഇറ്റ് ഇൻക്രീസ്, അതിനെ ഉയരുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ബ്ലഡ് ഫ്ലോ ഉയരുന്നതിന് വേണ്ടിയിട്ട് ലിംഗ ഉദ്ധാരണം സംഭവിക്കുന്നു. അറ്റ് ദിസ് സ്റ്റേജ് എജാക്കുലേഷൻ മേ ഒക്വർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ അവസരത്തിൽ അങ്ങനെ ലിംഗ ഉദ്ധാരണം സംഭവിക്കുകയും നമ്മളുടെ ആൺകുട്ടികളിൽ സെമൻ അല്ലെങ്കിൽ ശുക്ലത്തിൻ്റെ ഉൽപാദനം നടക്കുകയും ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിൽ ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ ശുക്ലവിസർജനം നടത്താം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടത്താം. അതായത് എന്തുകൊണ്ടാണ് ഇജാക്കുലേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇനി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൺകുട്ടികളുടെ ടെസ്റ്റിക്കിളിനകത്ത് എന്ത് ചെയ്യുന്നു? ശുക്ലത്തെ അല്ലെങ്കിൽ സ്പേമിനെ ഉൽപ്പാദിപ്പിച്ച് അതിനെ സ്റ്റോർ ചെയ്തു വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഈ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഉൽപാദനം നടക്കുന്നതിൻ്റെ അനുസരിച്ച് ഈ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഉൽപാദനം നിൽക്കുന്നില്ല, പിന്നെയും അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുക്ലം അല്ലെങ്കിൽ സ്പേം ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ പുറത്തേക്ക് ഇത് പോകുന്നതിന് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഉറക്കത്തിൽ അവർക്ക് എന്ത് ചെയ്യും? ഈ ലിംഗ ഉദ്ധാരണം, എറക്ഷൻ ഓഫ് ദ പെന്നീസ് സംഭവിക്കുകയും ആ എറക്ഷൻ്റെ പരിണിത ഫലമായിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും ആ ശുക്ലം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉറക്കങ്ങളിൽ സ്വയം ശുക്ലം പുറത്തേക്ക് പോകുന്നതിന്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ സ്വയം ശുക്ലം പുറത്തേക്ക് പോകുന്നതിന് ഇജാക്കുലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സർട്ടൻ നാച്ചുറൽ ഫിസിക്കൽ ചേഞ്ചസ് ആർ സൈൻസ് ഓഫ് ഗ്രോത്ത്. ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ, ശാരീരിക മാറ്റങ്ങൾ, സ്വാഭാവികമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് എന്തിൻ്റെ അടയാളങ്ങളാണ്? ശരീരത്തിൻ്റെ വളർച്ചയുടെ
അടയാളങ്ങളാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈച്ച് പേഴ്സൺ അറ്റൈൻസ് പ്യൂബർട്ടി അറ്റ് ഡിഫറെൻറ്റ് ഫേസ് ആൻഡ് സ്പീഡ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓരോരുത്തരും പ്രായപൂർത്തിയാകുന്നത് വ്യത്യസ്തമായ ഗതിയിലും വേഗത്തിലുമാണ്. അതായത് ഓരോ വ്യക്തികൾക്കും പ്രായപൂർത്തിയാകുന്നത് വ്യത്യസ്ത ഗതിയിലും വേഗത്തിലുമാണ്. ഇവിടെ ആൺകുട്ടികളുടെ വളർച്ചയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മുഖ്യമായ അണ്ടോത്സർജനം അല്ലെങ്കിൽ ആർത്തവം എന്നിവയെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് പെൺകുട്ടികളിൽ എങ്ങനെയാണ് ഈ ആർത്തവം ഉണ്ടാകുന്നത്, ഹാവിൻ യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ദ മേജർ ചേഞ്ചസ് ഇൻ ഗേൾസ്, പെൺകുട്ടികളിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ ഏതെല്ലാമാണെന്ന്. സച്ച് ആസ് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രേഷൻ, അതായത് പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന അണ്ടോത്സർജനവും ആവർത്തവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഒരു ചിത്രം വിശകലനം ചെയ്ത് നമ്മളോട് നിഗമനങ്ങൾ രൂപീകരിക്കുക എന്നാണ് പറഞ്ഞത്. അത് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാവുന്നതാണ്.